അപ്പോൾ നമുക്ക് 2 മിനിറ്റ് അടിപൊളി ലോഗോ ഉണ്ടാക്കാം, അതും നമ്മൾ ക്യാൻവ AI ഉപയോഗിച്ചിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടല്ലേ? വാ. അപ്പോൾ നമ്മൾ ആദ്യം ക്യാൻവ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇത് നമുക്ക് മൊബൈലിലായാലും PC-യിലായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്കത് ഗൂഗിൾ ക്രോമിലായാലും ലോഗിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓപ്പണായി വരുന്ന ഇൻ്റർഫേസിൽ നമ്മൾ ആദ്യം കാണുന്നത് യുവർ എഡിറ്റ്സ്, ടെംപ്ലേറ്റ്സ്, ക്യാൻവ AI. അതിൽ നമുക്ക് ക്യാൻവ AI ആണ് നമുക്ക് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അതാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമായിട്ടുള്ള പേര് അവിടെ വേണമെന്ന് ഒരു ലോഗോ പോലെ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഡിസൈൻസിലും എത്ര ഡിസൈൻസ് വേണം, ഏത് റേഷ്യോയിൽ വേണം, അങ്ങനെ പല ഓപ്ഷൻസ് അവിടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മളവിടെ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നേരെ കാണുന്ന ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ നമുക്കത് വെറും 10-20 സെക്കൻഡിനുള്ളിൽ നമുക്കത് റെഡിയായി വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ലോഗോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത പ്രോംപ്റ്റ് അവിടെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അവിടെ കോപ്പി ചെയ്തിട്ട് അവിടെ ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ പേസ്റ്റ് ആയി കിട്ടുന്നതാണ്. വീണ്ടും എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട ലോഗോസ് അവിടെ റെഡിയായി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെ ബ്രാൻഡിൻ്റെ ആയാലും ഒരുപാട് ലോഗോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്റ്റൈൽസ് ഇവിടെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റൈൽസാണ് ലഭ്യമാകുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി എഡിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. ഞാൻ എഡിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റം ഇനി വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ മാറ്റാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. ഡിസൈൻ ലോഡായി വരുമ്പോൾ കാണാം, നമുക്ക് മുകളിൽ കാണാം ഷെയർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഷെയർ കൊടുത്തിട്ട് കാണാം, നമുക്ക് ഡൗൺലോഡ് കാണാൻ പറ്റും. ഡൗൺലോഡ് കൊടുത്തിട്ട് നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് നേരെ താഴെ കാണാൻ ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡായി നമ്മുടെ ഡൗൺലോഡ്സിൽ സേവ് ആയി വരുന്നതാണ്. അപ്പോൾ അത്രയുള്ള പരിപാടി. ഇതുപോലെ ഒരുപാട് ലോഗോസ് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് ബാനേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ AI വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്.